Today we are going to learn about the projectile motion. So you are already familiar with this projectile motion. Projectile motion എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. Projectile motion is a motion in which an object is thrown near the Earth's surface and it moves along the curved path under the action of gravity only. അപ്പോൾ അത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. ഒരാൾ ഇവിടെ നിന്ന് സ്കേറ്റിംഗ് ബോർഡിൽ പോവുകയാണ്. ഈ ഒരു പാത്തിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് അനദർ എക്സാമ്പിൾസ്, ദ മോഷൻ ഓഫ് റൈഡർ പെർഫോമിംഗ് എ ബൈക്ക് സ്റ്റണ്ട്. This path is called projectile motion. We have another example, that is the motion of water jets coming out from nostrils. You can see this is the examples for projectile motion. Okay. Now there are some assumptions used in projectile motions. നമുക്ക് കുറച്ച് assumptions ഉണ്ട് projectile motion അകത്ത്. അതെന്ന് പറയുന്നത് effect of due to air resistance is negligible, effect due to curvature of the earth is negligible, effect due to rotation of the earth is negligible, and acceleration due to gravity is constant over the range of motion. Okay. Now before moving to the topic, we should know some basic definition regarding the projectile motion. And here is an idealized model of a projectile motion. So നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു മാൻ ഒരു ഫുട്ബോളിനെ കിക്ക് ചെയ്യാണ് ഫ്രം ദിസ് പോയിന്റ്. ആ ഫുട്ബോൾ മൂവ് ചെയ്യുന്ന പാത്ത് എന്തായിരിക്കും? ഒരു പ്രൊജക്ടൈൽ മോഷൻ ആയിരിക്കും. ആ പാത്ത് നമുക്കപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ആ ഫുട്ബോൾ നമ്മളിപ്പോൾ അസ്യൂം ചെയ്യേണ്ടത് ഒരു മാൻ ഒരു ഫുട്ബോളിനെ കിക്ക് ചെയ്യാണ് ഫ്രം ദിസ് പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഈ ഒരു പാത്തിൽ കൂടെ ആ ഫുട്ബോൾ സഞ്ചരിക്കുക. അപ്പോൾ നമുക്ക് അതിനെ അതിന്റെ ആസ്പദമാക്കിയുള്ള കുറച്ച് ബേസിക് ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊജക്ടൈൽ, ആ ഫുട്ബോളിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഇൻ എനി ഒബ്ജെക്ട് വിച്ച് ഈസ് പ്രൊജക്റ്റഡ് ഇൻ ദ എയർ ഈസ് കോൾഡ് ആസ് പ്രൊജക്ടൈൽ. നെക്സ്റ്റ്, ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. എവിടെയാണോ ആ മാൻ നിന്ന് കിക്ക് ചെയ്തത് ആ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ദ പോയിന്റ് ഫ്രം വിച്ച് ദ ഒബ്ജെക്ട് ഈസ് പ്രൊജക്റ്റഡ് ഇൻ ദ എയർ ഈസ് കോൾഡ് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. നെക്സ്റ്റ്, ദ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. ആ ഒരു മാൻ കിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഫുട്ബോളിനെ അച്ചീവ് ചെയ്യുന്ന വെലോസിറ്റി, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആ ഫുട്ബോളിന് ഉണ്ടാവുന്ന വെലോസിറ്റിയാണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. The velocity which an object is projected in air is called the velocity of projection. Okay, now the angle of projection. ആ ഒരു ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വെലോസിറ്റി ഉണ്ടല്ലോ, ആ വെലോസിറ്റിയും ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ദ ആംഗിൾ വിച്ച് the horizontal at which an object is projected in the air is called as an angle of projection. And trajectory. The football മൂവ് ചെയ്യുന്ന പാത്ത് ഉണ്ടല്ലോ, ഒരു പരാബോളിക് പാത്ത്, ആ പാത്തിനെയാണ് ട്രജക്ടറി എന്ന് പറയുന്നത്. The parabolic path followed by a projectile in air is called its trajectory. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? The time taken by the projectile to cover the entire trajectory is called the time of flight. അതായത് entire projectile മോഷനിൽ എത്ര ടൈം, ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് കിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാണ്, സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആ പാത്ത് എവിടെയാണോ ആ ഈ ഒരു പോയിന്റിലല്ല ഈ ഫുട്ബോൾ തിരിച്ച് ഗ്രൗണ്ടിലെത്തുന്നത്, ആ പോയിന്റ് വരെ എടുക്കുന്ന ടൈമിനെയാണ് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മാക്സിമം ഹൈറ്റ്. അപ്പോൾ നമുക്ക് മാക്സിമം ആയിട്ട് ഹൈറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. എത്രയാണ് അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. മാക്സിമം ഹൈറ്റും മാക്സിമം ഏത് ആംഗിളിൽ നിന്നായിരിക്കും മാക്സിമം ഡിസ്റ്റൻസും മാക്സിമം ഹൈറ്റും ഒക്കെ കിട്ടുന്നതെന്ന്. അപ്പൊ ഈ മാക്സിമം ഹൈറ്റ് കിട്ടുന്ന ആ ഒരു പോയിന്റ്, ഈ ഒരു ഹൈറ്റ് ഡിസ്റ്റൻസിനെയാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. It is a maximum vertical distance traveled by the projectile from the ground level during its motion. That is what called maximum height of projectile. And in the horizontal range of projectile, അതായത് ഇവിടെ നിന്ന് കിക്ക് ചെയ്തു ഈ ഗ്രൗണ്ടിന്റെ ഇവിടെ എത്തി അല്ലെ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ R. And we are going to analyze the projectile motions. അതെന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ നോക്കുകയാണ്. ആ ഫസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി v ആണ്, അതിന് എക്സ് കമ്പോണന്റും ഉണ്ട് വൈ കമ്പോണന്റും ഉണ്ട്. ബട്ട് ദാറ്റ് ഈസ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് കമ്പൈൻഡ് എഫക്റ്റ് ആണ്, വെർട്ടിക്കൽ മോഷൻ പ്ലസ് ഹൊറിസോണ്ടൽ മോഷൻ. കണ്ടോ, ഇതിന്റെ വെർട്ടിക്കൽ മോഷൻ ഇത് മുകളിലോട്ട് ഇത്രയും സഞ്ചരിച്ചു, താഴോട്ട് ഇത്രയും സഞ്ചരിച്ചു, റൈറ്റിലോട്ട് ഇത്രയും സഞ്ചരിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഫ്രെയിം 2.
ടൈം 2-ൽ നമുക്ക് എങ്ങനെയാണ് ഇവിടെയാണ് അടുത്ത പോയിന്റ്. അവിടെ നിന്ന് വെലോസിറ്റി v1 പ്രൊജക്റ്റീവ് വെലോസിറ്റി ആണ്. അതിന്റെ രണ്ട് കമ്പോണൻസ്, വെർട്ടിക്കൽ കമ്പോണന്റും എക്സ് കമ്പോണന്റും ഉണ്ട്. ഇതാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പൈൻഡ് വെർട്ടിക്കൽ മോഷൻ പ്ലസ് ഹൊറിസോണ്ടൽ മോഷൻ. അടുത്തത് ഈ മാക്സിമം ഹൈറ്റ് എത്തി, ആ പോയിന്റ് എത്തി. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും നടന്നേ? വെർട്ടിക്കൽ മോഷന്റെ ഇത്രയും സഞ്ചരിച്ച് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇത്രയും ഹൈറ്റ് ആണ് വെർട്ടിക്കൽ മോഷൻ അച്ചീവ് ചെയ്തത്. ഈ പോയിന്റിൽ നിന്ന് ഇതുവരെയാണ് ഹൊറിസോണ്ടൽ മോഷൻസ് അച്ചീവ് ചെയ്തത്. കണ്ടോ? അപ്പോൾ ഈ വെർട്ടിക്കൽ മോഷന്റെ മാക്സിമം എത്തി. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണമാണ്. കാരണം ഗ്രാവിറ്റി താഴോട്ടാണ് പോകുന്നത് അല്ലേ? ഇത് മുകളിലോട്ടല്ലേ, വെർട്ടിക്കൽ മോഷൻ മുകളിലോട്ടല്ലേ പോകുന്നത്. ഇപ്പോൾ ഈ ആക്സിലറേഷൻ താഴോട്ടുള്ളത് കൊണ്ട് വെർട്ടിക്കൽ മോഷന് ഒത്തിരി ഹൈറ്റ് സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം വെർട്ടിക്കൽ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും, ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ കാണത്തുള്ളൂ. കാരണം എന്താ? ഇനിയും ഹൊറിസോണ്ടൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഒരു പർട്ടിക്കുലർ അതായത് അവിടെ ഏറി നിൽക്കുന്നില്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും പോവുകയാണ്. ഈ മാക്സിമം ഹൈറ്റ് അച്ചീവ് ചെയ്തിട്ടും വീണ്ടും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ കാണത്തുള്ളൂ. അതാണ് v2y-ക്ക് ആരോ ഒന്നുമില്ല, കാരണം അവിടെ 0. v2x-ന് മാത്രം ഇവിടെ ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ മാറും. വെർട്ടിക്കൽ വെലോസിറ്റി ഇത്രയും നേരം എന്താ? അപ്വേർഡ് ആയിരുന്നു. ഇനി എന്താ? ഇവിടെ നിന്ന് നേരെ താഴോട്ടായി. അപ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി താഴോട്ടായി. അടുത്ത വീണ്ടും നെക്സ്റ്റ് പോയിന്റ്, ലാസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും വെർട്ടിക്കൽ വെലോസിറ്റി താഴോട്ട്, ഹൊറിസോണ്ടൽ വെലോസിറ്റി താഴെ. ഇവിടെ ഒരു ഗ്രൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യും. എവിടെയാണോ ഗ്രൗണ്ട് എത്തുന്നത് അതുവരെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് അനാലിസിസ് പ്രോജക്റ്റ്. ഇതൊന്നും നിങ്ങൾ ബോധർ ചെയ്യണ്ട. ഇനി ബേസിക് ആയിട്ട് ഇതിൽ നിന്ന് എന്താ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, ഒരു ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് പ്രൊജക്റ്റൈൽ മോഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 മോഷൻ. 2 മോഷനാണ് അല്ലേ? ഹൊറിസോണ്ടൽ മോഷൻ ആസ് വെൽ ആസ് വെർട്ടിക്കൽ. അതിലെ ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും. ആൻഡ് വെർട്ടിക്കൽ മോഷൻ അതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിങ് പോയിന്റ് വരെ ഹൊറിസോണ്ടൽ മോഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആയിരിക്കും. ആക്സലറേഷൻ എന്താ? g. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, മുകളിലോട്ട് പോകുമ്പോഴും താഴോട്ട് പോകുമ്പോഴും. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് നോക്കാം ഇൻ പ്രൊജക്റ്റൈൽ മോഷൻ. ഇവിടെ എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി, അതായത് ux uy. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇത് നമുക്കൊരു u ആയിട്ട് അസ്യൂം ചെയ്യുക. അതിൻ്റെ ഈ ആംഗിൾ തീറ്റ ആയിട്ട് അസ്യൂം ചെയ്യുക. നമുക്ക് അതിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? u cos തീറ്റ. ആൻഡ് y കമ്പോണൻ്റ് എന്തായിരിക്കും? u sin തീറ്റ. ഓക്കെ. അങ്ങനെയാണ് y ഡയറക്ഷനിലുള്ള വെലോസിറ്റി u sin തീറ്റ വന്ന്, എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി u cos തീറ്റ വന്ന്. ഓക്കെ. ഇനി അടുത്ത ടൈം ഓഫ് ഫ്ലൈറ്റ്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ സ്റ്റാർട്ട് ചെയ്തു, ഈ പാത്തിൽ കൂടെ സഞ്ചരിച്ചു, ഇവിടെ എത്തുന്ന ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഈ ഫോർമുല എങ്ങനെ വന്നെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ കൺസിഡർ ചെയ്യുന്നത് ഞാൻ t1 എന്നിടുക. ഇവിടെ നിന്ന് ഇവിടം വരെ എത്തുന്നത് ഞാൻ t2 എന്നിടുക. ഓക്കെ. ആസ്യൂം വെർട്ടിക്കൽ മോഷൻ ഓൺലി. വെർട്ടിക്കൽ മോഷൻ മാത്രം ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞേ, ഈ t1 എന്ന് പറയുന്നത് എന്തായിരിക്കും? വെർട്ടിക്കൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ബൈ ടൈമിനെയാണ് നമ്മുടെ എന്ത് പറയുന്നത്? നമുക്ക് വെലോസിറ്റി ബൈ ടൈമാണ് ആക്സിലറേഷൻ. therefore t is equal to velocity by acceleration. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? uy. വെർട്ടിക്കൽ മോഷൻ മാത്രമേ ഉള്ളൂ. ആക്സിലറേഷൻ എന്താ? g. അതാണ് t1 എന്ന് പറയുന്നത്. ഇത് t1 വിൽ ബി ഇതിന്ന് കറക്റ്റ് സിമെട്രിക് ആണ്. ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ വേണ്ടി t1 ആണ് എടുക്കുന്നത്. t1 വിൽ ബി ഈക്വൽ ടു t2. t2 ഇതേപോലെ ആയിരിക്കൂലേ? അപ്പോൾ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? t1 പ്ലസ് t2. അതാണ് 2uy ബൈ g എന്ന് കിട്ടിയത് ടോട്ടൽ. t1 പ്ലസ് t2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? t1 പ്ലസ് t2 ചെയ്യുമ്പോൾ എന്താ കിട്ടും? രണ്ടും സെയിം ആണ്. ഇത് തൊട്ട് ഇതുവരെ പോകേണ്ട ടൈമും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ടൈമും സെയിം ആണ്. കാരണം എന്താ? ആക്സിലറേഷൻ g സെയിം ആയതുകൊണ്ട്. അപ്പോൾ t1 പ്ലസ് t2 എന്ത് കിട്ടും? 2uy
ബൈ ജി ഇട്ട്. അതിനെ നമ്മൾ യു ഐക്ക് യു സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഫോർമുല ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് ആക്സിലറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. കാരണം എന്താ, അത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും. വൈ ഡയറക്ഷനിൽ മാത്രം അത് ആക്സിലറേഷൻ കാണും. ദാറ്റ് മേ ബി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് ജി. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഡിസ്പ്ലേസ്മെന്റ് ഇതിന്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട, സാധാ ഡെറിവേഷൻ തന്നെ. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. എക്സ് ഡയറക്ഷൻ വെലോസിറ്റി യു കോസ് തീറ്റ ഇൻറ്റു ടൈം ചെയ്തപ്പോൾ എക്സ് കിട്ടി. പിന്നെ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് യൂസ് ചെയ്ത് ഈ ഒരു ഇക്വേഷൻ കിട്ടും. പിന്നെ എച്ച് മാക്സ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. എന്നിട്ട് എന്താ, അവിടെ റേഞ്ചിന്റെ ഫോർമുലയും കൂടെ ഉണ്ട്. റേഞ്ചിന്റെ ഫോർമുല എന്ന് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇവിടെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം. റേഞ്ചിന്റെ ഫോർമുല എന്ന് പറയുന്നത് ബൈ ജി, ഇവിടെ ജി ആണ് എഴുതിയിരിക്കുന്നത്. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം വായിക്കാം. അപ്പൊ ഇത് സാധാ ഒരു പ്രോബ്ലം അല്ല. കാരണം എന്താ, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് സിമെട്രിക് ആയിട്ട് ഇവിടെ വരുന്നതിനുള്ള ഫോർമുലാസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. അതിനുള്ള ഫോർമുലാസ് ആണ് മാക്സിമം ഹൈറ്റ്, റേഞ്ച് എല്ലാം നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എല്ലാം പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവിടെ എന്താ പ്രശ്നം എന്നുള്ളത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പ്രൊജക്ടൈൽ മോഷന്റെ സിമെട്രിക് പോർഷൻ കഴിഞ്ഞു, വീണ്ടും താഴോട്ട് പോകുന്ന ഒരു സിനാരിയോ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ. അത് നമ്മൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും യൂഷ്വലി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമുക്കിത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, എ ക്രിക്കറ്റ് ബോൾ ഈസ് ത്രോൺ ബൈ എ ഫീൽഡർ ഫ്രം എ ഹൈറ്റ് ഓഫ് 2 മീറ്റർ. ഇപ്പൊ 2 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു ക്രിക്കറ്റ് ബോൾ എറിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഹൈറ്റ് 2 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇത് ഇവിടെ നിന്നാണ് ബോൾ എറിഞ്ഞിരിക്കുന്നത്. ആൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടു ദ ഹൊറിസോണ്ടൽ വിത്ത് ഇനിഷ്യൽ വെലോസിറ്റി, അതായത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ, യു തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. യു എക്സോ യു വൈയോ അല്ല, ഇനിഷ്യൽ വെലോസിറ്റി ദേ ഈ ഡയറക്ഷനിലേക്ക്, യു ഡയറക്ഷനിലേക്ക് ദേ ഈ കണ്ടിരിക്കുന്ന ആരോ, അത് 20 മീറ്റർ പെർ സെക്കൻഡ്. ഹിറ്റ്സ് ദ വിക്കറ്റ് അറ്റ് എ ഹൈറ്റ് ഓഫ് 2.5 മീറ്റർ. 2 മീറ്റർ ആണ്. അപ്പൊ ഈ ഒരു പോയിന്റിലല്ല, ഇപ്പൊ ഈ ഒരു പോയിന്റിൽ 0.5 മീറ്റർ എബോ, ആ പോയിന്റിനെ നമുക്ക് എ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 0.5 മീറ്റർ. ഓക്കെ, നോ അപ്പൊ ഇത്രയാണ് ബേസിക് സിനാരിയോ. അപ്പൊ ഇത് തൊട്ട് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുക. വിക്കറ്റിൽ നിന്ന് നമ്മുടെ ഫീൽഡറിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? റേഞ്ച് എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാമെങ്കിൽ ഈ പോയിന്റ് തൊട്ട് ഇതുവരെ കണ്ടുപിടിക്കാം. റേഞ്ചിന്റെ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, കണ്ടോ? ഈ ഫോർമുല യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള പോയിന്റ്സ് നമ്മൾ അല്ലെങ്കിൽ കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് യൂഷ്വലി നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യണം. സ്പ്ലിറ്റ് ആയെന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതപ്പോൾ പ്രൊജക്ടൈൽ മോഷന്റെ സാധാ ഒരു സിമെട്രിക് ആയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഹാഫ് ആണ് നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന ടൈം t1. ഓക്കെ, അടുത്ത ഈ പോയിന്റിൽ നിന്ന് ഈ നമ്മുടെ റിക്വയർഡ് പോയിന്റിലേക്ക് എത്തുന്ന ടൈം t2. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള കണ്ടുപിടിക്കേണ്ട കാര്യം. അപ്പോൾ t1ഉം t2ഉം കണ്ടുപിടിച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കിട്ടും. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് ആൾറെഡി നമുക്ക് ഇത് ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് എച്ച് മാക്സ് കണ്ടുപിടിക്കാം അല്ലേ. എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെയാ? എച്ച് മാക്സ് ഈക്വൽ ടു ഫോർമുല ഉണ്ട്. എന്താ? എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ u square sin square theta by 2g. നിങ്ങൾക്ക് u അറിയാം എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത തീറ്റ അറിയാം എത്രയാ? 30 ഡിഗ്രി. ആൻഡ് g അറിയാമല്ലോ
ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എച്ച് മാക്സ് കിട്ടും. എച്ച് മാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ നിന്ന് മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഇത് എച്ച് മാക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിന്റ് ഇതിൽ നിന്ന് ഇവിടെ നിന്ന് വരുന്ന വെർട്ടിക്കൽ മോഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന സാധനത്തിന്റെ പകുതി ആയിരിക്കില്ല ഈ T1 എന്ന് പറയുന്നത്. അപ്പോൾ T1 വിൽ ബി ഈക്വൽ ടു ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ഉണ്ട്. എന്താ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ? 2u sin θ ബൈ g ആണ്. അപ്പൊ T1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2u sin θ ബൈ 2j ആണ്. 2u sin θ ബൈ g ആണ്. അതിനെ ഞാൻ g നോക്കാം, ഇക്വേഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാം. 2u sin θ ബൈ g. അപ്പം അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ T1 കിട്ടി. എങ്ങനെയാണ് T1 T/2 ആയത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുവരെ എത്തുന്നതിനാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ പകുതിയാണ് നമുക്ക് ഈ T1 എന്ന് പറയുന്നത്. അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ T ബൈ ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിവൈഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 2 കട്ട് ചെയ്ത് പോകും. കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് അതിന്റെ T1 കിട്ടും. ഓക്കെ, എച്ച് മാക്സ് അങ്ങനെ കണ്ടുപിടിച്ച് വെക്കുക. ഇതിൽ നിന്ന് ബാക്കിയെല്ലാം അറിയാം. അപ്പം T1 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് T2 എങ്ങനെ കണ്ടുപിടിക്കാം? T2 കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ വെർട്ടിക്കൽ മോഷൻ നോക്കിയാൽ മാത്രം മതി. കൺസിഡർ ദ വെർട്ടിക്കൽ മോഷൻ ഫ്രം ദിസ് പോയിന്റ് ടുവേർഡ്സ് ദിസ് പോയിന്റ് എ. അതിനുവേണ്ടി നമുക്ക് ഹൈറ്റ് വേണം. ഈ ഒരു പോയിന്റിന്റെ ഹൈറ്റ് ഡിഫറൻസ് വേണം. ഈ ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് എച്ച് മാക്സ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ എലിവേഷൻ ഡിഫറൻസ് സ്മോൾ എച്ച് ആണ് വേണ്ടത്. ഈ ഒരു മാക്സിമം ഹൈറ്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെയുള്ള എലിവേഷൻ ഡിഫറൻസ് സ്മോൾ എച്ച്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താ? എച്ച് മാക്സ് പ്ലസ് 2 മീറ്റർ. ദാറ്റ് ഈസ് എച്ച് മാക്സ് പ്ലസ് 2 മീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഏറ്റവും താഴത്തെ ഗ്രൗണ്ടിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ളതാണ് ആ ഒരു 2 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ? അതാണ് നമുക്കതാണോ വേണ്ട? അല്ല, നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ബിയിൽ നിന്ന് നമുക്ക് എ വരെയുള്ള പോയിന്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പോയിന്റ് ബിയിൽ നിന്ന് എ വരെ ഉള്ളത് എങ്ങനെ മാർക്ക് ചെയ്യും? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ എച്ച് മാക്സ് പ്ലസ് 2 മൈനസ് 0.5. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാം. 0.5 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 0.5. അപ്പോൾ നമുക്ക് സ്മോൾ എച്ച് കിട്ടും. ഓക്കെ, ഇനി എന്താ വേണ്ടേ? സ്മോൾ എച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ, നമ്മൾ ബിയിൽ നിന്ന് എയിലേക്കുള്ള വെർട്ടിക്കൽ മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. എസ് ഈസ് ഈക്വൽ ടു എച്ച്. ബിയിൽ നിന്ന് എയിലേക്കുള്ള വെർട്ടിക്കൽ മോഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ വെർട്ടിക്കൽ മോഷന്റെ ഇനിഷ്യൽ വെലോസിറ്റി അറ്റ് ബി എന്ന് പറയുന്നത് എന്താ? uy ഈസ് ഈക്വൽ ടു 0. കാരണം എന്താ? മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി 0 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? അവിടെ നിന്ന് നേരെ താഴോട്ടുള്ള വെലോസിറ്റി നോക്കാം. ഈ ഒരു പോയിന്റിലെ വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടത്. uy-നെ ഞാൻ ആ പോയിന്റ് എനെ ഞാൻ VA എന്ന് എഴുതുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇനി ഇവിടുത്തെ ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ g ആണ്. അപ്പോൾ ഇതിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എസ് നമുക്കറിയാം. എസ് ഈക്വൽ ടു എച്ച്, എ ഈക്വൽ ടു ജി, ആൻഡ് uy ഫൈനൽ വെലോസിറ്റി ഈസ് VA. നമുക്ക് ഈ പോയിന്റിലെ വെലോസിറ്റിയാണ് വേണ്ടത്, VA. ആൻഡ് പിന്നെ ഇവിടുത്തെ ഇത് തൊട്ട് ഇതുവരെയുള്ള ടൈം എന്ന് പറയുന്നത് T2. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് യൂസ് ചെയ്യാം. v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as. v² ഈസ് ഈക്വൽ ടു u എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ v² ഈസ് ഈക്വൽ ടു gh. VA ആണ് ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്തത്. അപ്പോൾ VA ഈസ് ഈക്വൽ ടു √2gh. ഓക്കെ, അപ്പോൾ √2gh നമുക്ക് h അറിയാം, g അറിയാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്ത് എനിക്ക് ഇവിടുത്തെ T2 കണ്ടുപിടിക്കണം. T2 കണ്ടുപിടിക്കാൻ വേറെ ഒന്നുമില്ല, ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലേ? അപ്പോൾ T2 ഈസ് ഈക്വൽ ടു അവിടുത്തെ വെലോസിറ്റി, ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ അവിടുത്തെ ആക്സലറേഷൻ. ഇവിടുത്തെ വെർട്ടിക്കൽ മോഷൻ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ആക്സലറേഷൻ g. അപ്പോൾ നമുക്ക് T2 കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടേ? അപ്പോൾ T1 നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യം നമ്മൾ T1 കണ്ടുപിടിച്ചു,
അത് കഴിഞ്ഞിട്ട് എച്ച് മാക്സ് കണ്ടുപിടിച്ചു, VA കണ്ടുപിടിച്ചു, T2 കണ്ടുപിടിച്ചു. T2 എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്ന് ഈ ഒരു ഹൈറ്റിലെത്തുന്ന ടൈമാണ് T1. അടുത്ത T2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിയിൽ നിന്ന് A എന്ന് പറയുന്ന പോയിന്റിലേക്ക്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എന്താ, T1 + T2. ഈ ബോളർ, അപ്പോൾ ഇമാജിൻ ചെയ്യുക ആ സിനാരിയോ, ബോളർ അവിടെ നിന്ന് എറിഞ്ഞു, അടുത്ത ഹൈറ്റിലെത്തി, അതിന് താഴോട്ട് എത്തുന്ന ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ടൈമാണ് T എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്, ഹൗ ഫാർ വാസ് ദ ഫീൽഡർ ഫ്രം ദ വിക്കറ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് വിക്കറ്റ് വരെ, വിക്കറ്റിന്റെ പോയിന്റിലാണ് A എന്ന് ഇട്ടേക്കുന്നത്, അതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, T1 + T2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ ടൈം കിട്ടും അല്ലേ, ടോട്ടൽ ടൈം കിട്ടും. ആ ടോട്ടൽ ടൈമിനെ എന്ത് ചെയ്യണം, ടോട്ടൽ ടൈം വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്ത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താ വേണ്ടത്, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടുത്തെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്താ, U cos θ ഇൻറ്റു T. അത്രേ ഉള്ളൂ. T നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, cos θ, U cos θ നമുക്ക് ഇവിടുന്ന് U നമുക്ക് തന്നിട്ടുണ്ട്, തീറ്റയും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ടോട്ടൽ X കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സൊല്യൂഷൻസ് ഞാൻ ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ സൊല്യൂഷൻസ് ഒക്കെ. ഓക്കെ, നമുക്ക് ഈ സൊല്യൂഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. T1 H V T2 X ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. Somewhat similar type of problem ആണ്. A bullet is fired from the top of a mountain 300 meter height with an initial velocity of 200 meter per second at an angle of 60 degrees to the horizontal. ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഈ സിനാരിയോ ഒന്ന് നോക്കുക. ഈ ഫിഗർ ഒന്നും തന്നേക്കില്ല, ഇത് ഞാൻ വരച്ചെടുത്തേക്കുവാണ്. നിങ്ങളപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക, ഒരു ഗ്രൗണ്ടിൽ നിന്ന്, ഇത് ഇവിടുന്ന് ഒരു ഗ്രൗണ്ടിൽ നിന്ന് 300 മീറ്റർ എബോ ആണ് നമ്മുടെ ബുള്ളറ്റ് ഫയർ ചെയ്ത മാൻ നിൽക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് ഫയർ ചെയ്യാണ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് എത്രയാ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. ആ ആള് വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു, 200 മീറ്റർ പെർ സെക്കൻഡ്. UXO UYO അല്ല, അവിടുന്ന് ഇൻക്ലൈൻ ചെയ്ത് എയിം ചെയ്ത് ആ ഒരു വെലോസിറ്റിയാണ് 200 മീറ്റർ പെർ സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ വേണം. നമുക്കപ്പോൾ ആദ്യമേ ആലോചിക്കുക, ഇത് സിമെട്രിക് ആവുമോ, ഗ്രൗണ്ടിൽ നിന്ന് ഹിറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് അത് നമുക്ക് സിമെട്രിക് ആണോ, അല്ല. അപ്പോൾ സിമെട്രിക് ആവണമെങ്കിൽ ഇവിടെ ആയിരിക്കണം, ഈ ഒരു പോയിന്റിലായിരുന്നെങ്കിൽ നമുക്ക് സിമെട്രിക് ആയിരിക്കും. നമുക്ക് നേരത്തെ നമ്മൾ നോക്കിയ ആറിന്റെ ഇക്വേഷൻ U² = ടൈം sin 2θ/g ഇട്ടിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് പ്രോബ്ലം ഇതിലുമായിട്ട് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതും പഠിച്ചു വയ്ക്കുക. നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇത് കാണും. അപ്പോൾ ഇത് H max നമുക്കപ്പോൾ ഇങ്ങനത്തെ ടൈപ്പിൽ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇതിനെ കട്ട് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ നിന്ന് B വരെ കട്ട് ചെയ്യുക, T1 കണ്ടുപിടിക്കുക, Bയിൽ നിന്ന് Aയിലേക്ക് കട്ട് ചെയ്യുക, T2 കണ്ടുപിടിക്കുക. എന്നിട്ട് ടോട്ടൽ T1 + T2 എടുക്കുക, അതിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ട ഏതാ, നമ്മുടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് H max എത്രയാണെന്ന് കണ്ടുപിടിക്കുക. H max കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, H maxന്റെ ഫോർമുല നേരത്തെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് H max കണ്ടുപിടിക്കുക. ഇതെന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ ടോട്ടൽ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് H ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ H = H max + 300. അപ്പോൾ H max എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്കറിയാം. H max = U² sin² θ/2g. U തന്നിട്ടുണ്ട്, തീറ്റയും തന്നിട്ടുണ്ട്, G അറിയാം 9.81. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് H max ഈ ഒരു വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് അടുത്ത എന്താ സ്റ്റെപ്പ്, T1 കണ്ടുപിടിക്കുക. T1 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, നേരത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നോക്കിയായിരുന്നു. T1 = T/2, അതായത് 2U sin θ/2gയിൽ കട്ട് ചെയ്യുക, 2 കട്ട് ചെയ്യുക. അപ്പോൾ U sin θ/g ആണ് നമ്മുടെ T1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം ഇങ്ങനെ തന്നെ ചെയ്യുക, T1 കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്, സ്മോൾ h = H max + 300. കണ്ടോ, ഇവിടുത്തെ H max നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, അത് കഴിഞ്ഞിട്ട് 300 കിട്ടുമ്പോൾ നമുക്ക് H കിട്ടും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന പോയിന്റും നേരെ ഗ്രൗണ്ടിലെ A എന്ന് പറയുന്ന പോയിന്റുമാണ്. നേരത്തെ എന്തായിരുന്നു, ഇവിടെ ഈ ഒരു വിക്കറ്റിന് ഹൈറ്റ് ഉണ്ടായിരുന്നു 0.5 മീറ്റർ. അപ്പോൾ ഈ ഒരു പോയിന്റ് ആയിരുന്നു. അപ്പോൾ എലിവേഷൻ ഡിഫറൻസ് അതിനനുസരിച്ച് മൈനസ് ചെയ്യണം. ഇവിടെ മൈനസ് ചെയ്യേണ്ട, ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ H എന്ന് പറയുന്നത് എത്ര, H max + 300. സ്മോൾ h നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും.
അത് കഴിഞ്ഞിട്ട് എന്താണ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2gh, വെലോസിറ്റി അറ്റ് പോയിന്റ് എ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ. വെലോസിറ്റി അറ്റ് പോയിന്റ് എ ഈസ് ഈക്വൽ ടു √2gh. ഇവിടുത്തെ അതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും, വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് T2 കണ്ടുപിടിക്കാം. T2 കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ചെയ്തത്? T2 ഈസ് ഈക്വൽ ടു എന്താ VA/g. സാധാരണ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. therefore T ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ആക്സലറേഷൻ. ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ g ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് T2 കിട്ടും, ഇത്രയും സെക്കൻഡ്സ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഗൺ പോയിന്റ് ആൻഡ് ബുള്ളറ്റ് സ്ട്രൈക്ക് ദ ഗ്രൗണ്ട്. ഇവിടെയാണ് ഗൺ പോയിന്റ് എന്ന് വരുന്നത്. അത് ഈ എന്ന് പറയുന്ന പോയിന്റിലാണ് ബുള്ളറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ഫോർമുല? നമുക്ക് T1 കിട്ടി, T2 കിട്ടി. അപ്പോൾ ടോട്ടൽ T ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2 ആൻഡ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു UX ഇൻറ്റു T അല്ലേ? അപ്പോൾ UX എന്ന് പറയുന്നത് എന്താ? U cos തീറ്റ ഇൻറ്റു T. U ഇവിടെ തന്നിട്ടുണ്ട്, തീറ്റ ഉണ്ട്. അപ്പോൾ U cos തീറ്റ ഇൻറ്റു T ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് S കിട്ടും. അപ്പോൾ ഇതാണോ കിട്ടുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യുക. അടുത്ത സ്മോൾ h എന്ന് പറയുന്നത് ആണ് നമ്മുടെ ദ ഗ്രേറ്റസ്റ്റ് എലിവേഷൻ എബോവ് ദ ഗ്രൗണ്ട് റീച്ച് ബൈ ദ പ്രൊജക്ടൈൽ. അപ്പോൾ ഇവിടെ നിന്ന് എച്ച് മാക്സ്, ഈ ഒരു പോയിന്റിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് ആണ് എച്ച് മാക്സ്. ഗ്രൗണ്ടിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ എച്ച് എന്ന് പറയുന്നത് എന്താ? 300 പ്ലസ് എച്ച് മാക്സ് പ്ലസ് 300. അതാണ് നമ്മുടെ സ്മോൾ എച്ച്, ഗ്രേറ്റസ്റ്റ് എലിവേഷൻ എബോവ് ദ ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് തന്നെ എടുക്കാം. നെക്സ്റ്റ് വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. എന്താ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് 180.73 ആണ്. ആ വാല്യൂ അല്ലേ അല്ലെന്ന്? അല്ല, അത് VY ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. VY വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് ഹിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടിന്റെയും ഹൊറിസോണ്ടൽ ഡയറക്ഷന്റെയും വെർട്ടിക്കൽ ഡയറക്ഷന്റെയും നെറ്റ് വെലോസിറ്റി ആയിരിക്കും അത് ഹിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എപ്പോഴും നമുക്ക് കോൺസ്റ്റന്റ് ആയിരിക്കും വെലോസിറ്റി. അതാണ് U cos തീറ്റ. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയും കൂടെ കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ V ഈസ് ഈക്വൽ ടു √VX² പ്ലസ് VY² ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ നെറ്റ് വെലോസിറ്റി ഹിറ്റിംഗ് ദ ഗ്രൗണ്ട് അറ്റ് പോയിന്റ് എ. പോയിന്റ് എയിലെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ളതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ചത്. കാരണം എന്താ? ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക്, ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി മാത്രമേ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളൂ. അതാണ് √2gh. ഓക്കെ.